ഞാനേ ഒരു 10-20 കൊല്ലം മുന്നേ ചേട്ടനെ കാണുന്നുണ്ട്. അന്നും ഇങ്ങനെ തന്നെയാണ്, ഒരു മാറ്റമില്ല. പ്രൈം മിനിസ്റ്ററിൻ്റെ അനിയനൊന്നും എന്നാണ് എൻ്റെ രഹസ്യം. അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ആ കോളേജ് പഠിച്ച സമയത്തും ഇപ്പോഴും ആ ഒരു യുവത്വം നിലനിർത്തുന്നു. അതിൻ്റെ പിന്നിൽ വല്ല രഹസ്യമുണ്ടോ? രഹസ്യമില്ല. രഹസ്യം എന്ന് പറയുന്നത് എപ്പോഴും എല്ലാവരും എനിക്ക് സ്നേഹമാവണം എന്നുള്ളത് ആഗ്രഹം. മനസ്സിൻ്റെ ഇതാണ്, മനസ്സാണ് സൗന്ദര്യം. എനിക്ക് ഞാൻ ഈ പ്രകൃതിയോടും നമുക്ക് ഏറ്റവും കൂടുതൽ വല്ലാത്തൊരു പ്രേമം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ആ പ്രേമം എപ്പോഴും നിലനിൽക്കുക. അത് നമ്മുടെ സാഹചര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതല്ല, ആ സാഹചര്യങ്ങളായിട്ട് നമ്മളെങ്ങനെ അതിജീവിച്ച് പോകാമെന്നുള്ളതാണ്. ഈ ഓട്ടിസം സെന്ററിൽ എൻ്റെ മകനുമുണ്ട്. അവനും ഓട്ടിസം. എത്ര മക്കള്? 2 പേര്. സിദ്ധാർത്ഥ ശ്രേയസിനാണ് ഇങ്ങനെ ഓട്ടിസം ഉള്ളത്. അവൻ സംസാരിക്കത്തില്ല. പക്ഷേ അവനും ജീവിക്കണ്ടേ ഈ നാടിനെ. അതെ, സംഭവം അറിയാവോ, നമ്മളെ ദൈവം ഓരോ കാര്യത്തിൽ തിരഞ്ഞെടുക്കുന്നതാണ്. ഇതൊരു കുറവല്ല, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മളെ കൊണ്ടേ അത് പറ്റൂ. അതുകൊണ്ടാണ് നമുക്ക് തരുന്നത്. വേറൊരാൾക്ക് ഇത് കൊടുത്താൽ ഫിറ്റാവില്ല. കാരണം ഉദാഹരണത്തിന് യേശുവിൻ്റെ കൃഷി കയറാൻ വേറെ ആൾക്ക് പറ്റാതിട്ടാണ് പുള്ളിക്ക് പറ്റും, നമ്മളെ കൊണ്ട് ഓടിക്കളയും. അതുപോലെ ഈ ഓരോരുത്തർ ദൈവം തിരഞ്ഞെടുക്കുന്നതാണ് ചില കാര്യങ്ങൾ. അതിൽ ചേട്ടനെ സെലക്ട് ചെയ്തതാണ് ദൈവം. അതാണ് അതിൻ്റെ ആ ഒരു ക്രെഡിബിലിറ്റി. അങ്ങനെയല്ല, ഞാനെന്നുള്ളതല്ല, നമ്മളെല്ലാവരും നമുക്ക് എല്ലാവരെയും ഇഷ്ടമാണ്. അത് പാർട്ടിയെന്നോ മതമെന്നോ ജാതിയെന്നോ ലിംഗഭേദമെന്നോ അല്ല, അത് നമ്മൾ കല എന്നുള്ളതാണ്. അതെ, മാത്രമല്ല കലയിൽ മതം ജാതി ഒന്നുമില്ലല്ലോ. അത് അവിടെ എല്ലാവരും തുല്യരാണ്. സ്നേഹം മാത്രമേ ഉള്ളൂ. സ്നേഹം മാത്രം. അപ്പോൾ ഫുൾ സപ്പോർട്ട്. ഓൾ ദ ബെസ്റ്റ്. ശരി.